റമദാൻ മാസത്തിൽ ചില ആളുകൾക്കുള്ളൊരു പ്രയാസം. അവർ പറയും, ഞങ്ങൾ പള്ളിയിൽ നിന്ന് തറാവീഹ് വിത്തർ അടക്കം നിസ്കരിച്ചു, വീട്ടിലെത്തി. പക്ഷെ റമദാൻ അല്ലാത്ത സമയത്ത് സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കും. ഏകദേശം 3-3:30 ആയാൽ അലാറം അടിച്ചിട്ടില്ലെങ്കിലും ബോർഡിൻ്റെ അലാറം കാരണത്താൽ ആൾ ഉണരും, വുളു എടുക്കും, നിസ്കരിക്കും. അങ്ങനെ ഒരു ശീലമുള്ള ആളാണ്. റമദാനാണെങ്കിലും ആ സമയത്ത് അറിയാതെ എണീറ്റ് പോവാണ്. അതുകൊണ്ട് അങ്ങനെ എണീറ്റാൽ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? കാരണം രാത്രി നമസ്കാരം എത്രയാവാ എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ അത് പലപ്പോഴായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ ആ സമയത്ത് എണീറ്റ സ്ഥിതിക്ക് നിസ്കരിച്ചൂടെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതെ, അത് റമദാനിലാകുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആലോചിക്കും. രാത്രി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദിൻ്റെ സമയം ആണ്, എഴുന്നേറ്റ് ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരിക്കും രാത്രി നിസ്കാരത്തിൻ്റെ ഹുക്കുമ് കഴിഞ്ഞു, 11 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞു അയാൾ. ഇപ്പോൾ അയാൾ എഴുന്നേറ്റ സമയത്ത് അയാൾ ഉളു എടുത്ത് വന്നാൽ അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. കാരണം അയാൾ ഉളുവിൻ്റെ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരാളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കണമെന്നല്ലേ? അതിനാ ഉളുവിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അതോടുകൂടി അയാൾക്ക് പിന്നെ വേണ്ടെന്നാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുമായി കഴിഞ്ഞുകൂടാനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ കിട്ടാവുന്ന സമയം അയാളുടെ നിസ്കാരം കഴിഞ്ഞു. ഇനി അയാൾ രാത്രിയിൽ എഴുന്നേറ്റാൽ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ 11 റക്അത്ത് പൂർത്തിയായി നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ എഴുന്നേറ്റാൽ അയാൾ ചെയ്യേണ്ടത് ഉളു എടുത്ത് ഉളുവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. പിന്നെ ഇസ്തിഗ്ഫാറും മറ്റു കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ് അയാൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ കാര്യം.